ഹായ് അസ്സാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ സ്റ്റ്യൂ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ്റെ പീസുകളൊക്കെ അതിൽ ആ ബട്ടറിൽ കടന്നിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് കാണിച്ചു തരുന്നത് മാത്രം. അപ്പോൾ ചിക്കന് ഒരു ഭാഗം വെന്തിട്ടുണ്ടെങ്കിൽ അത് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ 2 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു കഷ്ണം പട്ട, 3-4 ഏലക്ക, അതുപോലെ 3-4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് തന്നെ ഞാനൊരു സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയും വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മഷ്റൂമും സവാളയും ഒക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അപ്പവും ചുട്ടെടുക്കുന്നത് കേട്ടോ. അതാണ് ഇടയിൽ അപ്പത്തിൻ്റെ ഫോട്ടോ കാണുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മുഴുവനായിട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്ന് വേവണം. ഇനി അതിലേക്ക് തന്നെ നമ്മൾ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചു. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബായ്.